നിയമസഭയിൽ കാഫിർ പോസ്റ്റർ വിവാദം സംബന്ധിച്ച ചോദ്യത്തിൽ കൃത്യമായ മറുപടി പറയാതെ സർക്കാർ. പോസ്റ്റർ വിവാദത്തിലെ CPM മുൻ MLA KK ലതികയെ പൂർണ്ണമായി ന്യായീകരിച്ചായിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി MP രാജേഷ് മറുപടി പറഞ്ഞത്. പോസ്റ്റർ കേസെടുക്കാതെ മറ്റുള്ള കാര്യങ്ങൾ നിരത്തി വിശദീകരിക്കുന്നത് എന്തിനാണെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. വടകര ലോക്സഭാ മണ്ഡലത്തിലെ കാഫർ പോസ്റ്റ് വിവാദത്തിൽ മുൻ MLA KK ലതികയ്ക്കെതിരെ എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചുവെന്ന പ്രതിപക്ഷ ചോദ്യത്തിന് KK ലതികയെ പൂർണ്ണമായും ന്യായീകരിക്കുന്നതായിരുന്നു മന്ത്രി MP രാജേഷിന്റെ മറുപടി. ലതികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സഭയിൽ വായിച്ചായിരുന്നു രാജേഷിന്റെ പ്രതിരോധം. ഫേസ്ബുക്കിനോട് വിവരം തേടിയിട്ടുണ്ടെന്നും വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നടപടി സ്വീകരിക്കുമെന്നും രാജേഷ് പറഞ്ഞു. സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരണം നടത്തിയ സംബന്ധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയുടെ പരാതിയും പോലീസിന് ലഭിച്ചിരുന്നു. 2 പരാതികളിലും പോലീസ് വിശദവും ശാസ്ത്രീയവും സമയബന്ധിതവുമായ നടപടിയാണ് സ്വീകരിച്ചത്. കണ്ടന്റ് നീക്കം ചെയ്യുന്നതിന് ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം പ്രൊഫൈൽ വിവരങ്ങളും തേടിയിട്ടുണ്ട്. അക്കൗണ്ടിന്റെ പ്രൊഫൈൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് അന്വേഷണം പൂർത്തിയാക്കി തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. പ്രതിപക്ഷ ചോദ്യങ്ങൾക്ക് മറുപടി എന്നോണം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ ID കാർഡ് വിവാദം ഭരണപക്ഷം ഉന്നയിച്ചു. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടന ശ്രമിച്ചത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും അങ്ങനെ ഒരു യുവജന സംഘടന ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. തുടർന്ന് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ബഹളവും വാക്കേറ്റവും. ചോദ്യോത്തരവേളയെ ദുരുപയോഗപ്പെടുത്താൻ മന്ത്രിയും ഭരണപക്ഷാംഗങ്ങളും ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. അതിലും ഈ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്നും മറ്റും കിട്ടേണ്ടതുണ്ട്. അന്വേഷണം നടത്തി വരികയാണ്. ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ചോദ്യോത്തര വേള മന്ത്രിയും ഭരണകക്ഷി അംഗങ്ങളും കൂടി ദുരുപയോഗപ്പെടുത്തുകയാണ്. ഇതിനെ കൂട്ടുനിൽക്കരുത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ ആവർത്തിച്ചെങ്കിലും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്നും സർക്കാർ ഒളിച്ചോടുകയാണെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു. അഖിൽ പലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.